നൈസ് തിങ്കേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നിങ്ങളുടെ ബേസിക് സയൻസിലെ ആദ്യത്തെ 2 ചാപ്റ്ററിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ യൂണിറ്റായ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന ചാപ്റ്ററിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നോക്കൂ, വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടി ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ലൈംഗിക പ്രത്യുൽപാദനം, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടി ഉണ്ടാകുന്ന രീതിയാണ് കായിക പ്രജനനം. കായിക പ്രജനനം, ഓക്കെ, വെജിറ്റേറ്റീവ് പ്രോഗ്രഷൻ അല്ലേ. നോക്കൂ, വിത്തിൽ നിന്നും പുതിയ ചെടി ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. എന്നാൽ സസ്യങ്ങളുടെ തണ്ട്, വേര്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ ചെടി ഉണ്ടാകുന്നതിനെ പറയുന്ന പേരാണ് കായിക പ്രജനനം. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം മുറിച്ചു നടുന്ന രീതി പതിവയ്ക്കൽ അല്ലേ. ആദ്യത്തെ രീതി അനുസരിച്ചാണെങ്കിൽ യൂസസിന് പതിവയ്ക്കൽ എന്നാൽ എന്ത് എന്നായിരുന്നു കാര്യം. നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കും, പക്ഷേ ഇപ്പോൾ OMR ഷീറ്റ് ബബിള് കറുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ആൻസറുകൾ നമ്മൾ എന്ത് ചെയ്യണം, ബൈഹാർട്ട് ആക്കിയിരിക്കണം. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം അതിനെ മുറിച്ചു നടുന്ന രീതിയാണ് പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യമുണ്ടാക്കുന്ന രീതിയാണ് കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്. കൊമ്പൊട്ടിക്കൽ. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യമുണ്ടാക്കുന്ന രീതിയാണ് കൊമ്പൊട്ടിക്കൽ, ഗ്രാഫ്റ്റിംഗ്. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയാണ് സ്റ്റോക്ക്. സ്റ്റോക്കും സയണും കൂട്ടുകാർക്കറിയാം. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്ക് എന്ന് പറയുന്നത്, മൂലകാന്ഡം എന്ന് പറയുന്നത്. ഇനി ഒട്ടിക്കുന്ന കമ്പിന് എന്ത് പറയും, സയൺ, ഒട്ടുകമ്പ്. ഓക്കെ, സ്റ്റോക്ക്, സയൺ. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. ഒരു ചെടിയിൽ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയുടെ മുകുളം ഒട്ടിക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. അതാ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ഒരു ചെടിയിൽ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയുടെ മുകുളം ഒട്ടിക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിംഗ്. ഒരു പൂച്ചെടിയിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന രീതി. ഒരു പൂച്ചെടിയിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന രീതി ഏത്? മുകുളം ഒട്ടിക്കൽ. ഇതാണ് മുകുളം ഒട്ടിക്കൽ, ബഡ്ഡിംഗ്. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ എന്താണ് പറയുന്നത്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ എന്താണ് പറയുന്നത്? വർഗസങ്കരണം. എന്താണ് വർഗസങ്കരണം? നോക്കൂ, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ തുടങ്ങിയവ ഏതിനം ചെടിയുടെ സങ്കരവർഗങ്ങളാണ്? തെങ്ങിൻ്റെ പേരാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ തുടങ്ങിയവ. ടീൻടുടിയും ഡീൻടുട്ടിയൊക്കെ അറിയാമല്ലോ. അടുത്ത നോക്കൂ, കാർഷിക മേഖലയിൽ സാധ്യമാകേണ്ട കാര്യങ്ങൾ: മികച്ച ഉൽപാദനം, വേഗത്തിൽ വിളവ് ലഭിക്കൽ, രോഗബാധ ഇല്ലാതിരിക്കൽ, കുറഞ്ഞ ചെലവിൽ പരിചരണം, മികച്ച വിത്ത് അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ ലഭ്യമാകൽ. കമ്പാണെങ്കിൽ കമ്പ്, വിത്താണെങ്കിൽ വിത്ത്. എന്തൊക്കെയാണ് കാർഷിക മേഖലയിൽ സാധ്യമാക്കേണ്ട കാര്യങ്ങൾ? മികച്ച ഉൽപാദനം ലഭ്യമാക്കണം,
അല്ലെങ്കിൽ മികച്ച ഉൽപാദനം ലഭിക്കണം, വേഗത്തിൽ വിളവ് ലഭിക്കണം, രോഗബാധ ഇല്ലാതിരിക്കണം, കുറഞ്ഞ ചെലവിൽ പരിചരണം നടക്കണം, മികച്ച വിത്തോ നടീൽ വസ്തുക്കളോ ലഭ്യമാകണം. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേര് ടിഷ്യൂ കൾച്ചർ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള അനേകം തൈകൾ ടിഷ്യൂ കൾച്ചർ വിദ്യയിലൂടെ നമുക്ക് വികസിപ്പിച്ചെടുക്കാം. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള അനേകം തൈകൾ ടിഷ്യൂ കൾച്ചർ വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാം. ടിഷ്യൂ കൾച്ചർ സസ്യങ്ങളിലുള്ള ഏത് പ്രത്യേകതയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? നമുക്ക് ടിഷ്യൂ കൾച്ചർ സസ്യങ്ങളിലുള്ള ഏത് പ്രത്യേകതയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? ടോട്ടിപൊട്ടൻസി. എന്താണ് ടോട്ടിപൊട്ടൻസി? എന്താണ് ടോട്ടിപൊട്ടൻസി? എന്താണ് ടോട്ടിപൊട്ടൻസി എന്ന് വെച്ചാൽ അനുകൂല സാഹചര്യങ്ങളിൽ സസ്യങ്ങളുടെ കോശങ്ങൾക്കും കലകൾക്കും വളരാനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് നമ്മൾ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. അനുകൂല സാഹചര്യങ്ങളിൽ സസ്യങ്ങളുടെ കോശങ്ങൾക്കും കലകൾക്കും വളരാനുള്ള കഴിവുണ്ട്. ഇതാണ് ടോട്ടിപൊട്ടൻസി. ഓക്കെ, നോക്കൂ. ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത വിത്തിനങ്ങളും നടീൽ വസ്തുക്കളും കർഷകരിൽ എത്തിക്കുന്നത് ഡാഷ് മുഖേനയാണ്. ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത വിത്തിനങ്ങളും നടീൽ വസ്തുക്കളും കർഷകരിൽ എത്തിക്കുന്നത് ഡാഷ് മുഖേനയാണ്. കൃഷിഭവൻ മുഖേനയാണ് അതൊക്കെ കർഷകരിൽ എത്തുന്നത്. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഡാഷ് എന്ന് പറയുന്നത്. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഇന്റർക്രോപ്പ് എന്ന് വെച്ചാൽ ഇടവിള. ഓക്കെ, ഇടവിള മണ്ണിന്റെ ഫലഭൂഷ്ടി നിലനിർത്താൻ സഹായകരമാണ്. ഓക്കെ, ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യയം. ഇടവിള കൃഷി ചെയ്യുന്നത് മണ്ണിന്റെ ഫലഭൂഷ്ടി നിലനിർത്താൻ സഹായകമാണ്. ഓക്കെ, ഇവിടെ ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ചെയ്യാതെ മറ്റൊരു വിള ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വിളപര്യയം, ക്രോപ്പ് റൊട്ടേഷൻ. ഇടവിള കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം എന്ത്? ഇടവിള കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടം ഒരേ സമയം ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു. പിന്നെ വെവ്വേറെ പരിചരണം, ജലസേചനം എന്നിവ ആവശ്യമില്ല. കൃഷി കൂടുതൽ ലാഭകരമാകുന്നു. ഇതാണ് ഇടവിള കൃഷി കൊണ്ടുള്ള നേട്ടം. ഇത് കുറച്ച് നോക്കൂ. ജൈവവളവും ജൈവ കീടനാശിനിയും ഉപയോഗിച്ചുള്ള കൃഷിയാണ് മണ്ണിന് അഭികാമ്യം. ചോദിക്കാം, മണ്ണിന് അഭികാമ്യം ഏത് തരത്തിലുള്ള കൃഷിയാണോ എന്ന്. അപ്പോൾ ജൈവവളവും ജൈവ കീടനാശിനിയും ഉപയോഗിച്ചുള്ള കൃഷിയാണ് മണ്ണിന് ഏറ്റവും അഭികാമ്യം. നോക്കൂ. ഗ്യാസ് ഉൽപ്പാദിപ്പിച്ച ശേഷമുള്ള സ്ലറി എന്ത് ചെയ്യുന്നു? ഗ്യാസ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള സ്ലറി എന്ത് ചെയ്യുന്നു? വളമായി ഉപയോഗിക്കുന്നു. ഗ്യാസ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള സ്ലറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കൂട്ടുകാർക്ക്, അല്ലേ? വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ വേസ്റ്റ് കുഴിയിലിട്ട് ബയോഗ്യാസ് നിർമ്മിക്കാറുണ്ട്, അല്ലേ? അതിനുശേഷം കിട്ടുന്ന അതിൻ്റെ വേസ്റ്റ്, ആ സ്ലറിയെ നമ്മൾ എന്തിനുപയോഗിക്കുന്നു? ഏറ്റവും നല്ല വളമാണ്, അത് വളമായിട്ട് ഉപയോഗിക്കുന്നു. നോക്കൂ. ഒരു യാന്ത്രിക കീട നിയന്ത്രണ രീതിയാണ് ഫെറമോൺ കെണി. എന്താണ് ഫെറമോൺ കെണി? ഒരു യാന്ത്രിക കീട നിയന്ത്രണ രീതിയാണ് ഫെറമോൺ കെണി. കീടനിയന്ത്രണത്തിനുള്ള പരിസ്ഥിതി സൗഹൃദമായ ഒരു മാർഗം ഏത്? എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, എങ്ങനെയുള്ള കീടനാശിനികൾ ഉപയോഗിക്കണം? ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. ജൈവ കീടനാശിനി. കമ്പുകൾ മുറിച്ചു നട്ടും വിത്തുകൾ മുളപ്പിച്ചും തൈകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സസ്യം ഏത്? ഒന്നല്ല, ഒന്നിലധികം സസ്യങ്ങളുണ്ട്, അല്ലേ? മുരിങ്ങ, കുരുമുളക്, ഇതൊക്കെ അവയ്ക്ക് ഉദാഹരണമാണ്. കമ്പുകൾ മുറിച്ചു നട്ടും ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വിത്ത് മുളപ്പിച്ചും പുതിയ തൈച്ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. വളരാൻ കഴിവുള്ള ഏതൊരു സസ്യകോശത്തിനും അനുകൂല സാഹചര്യം കിട്ടിയാൽ പുതിയൊരു സസ്യമായി വളരാൻ കഴിയും. ഈ സ്വഭാവത്തിന് പറയുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി. ടോട്ടിപൊട്ടൻസി നേരത്തെ നമ്മൾ പറഞ്ഞു ടോട്ടിപൊട്ടൻസി എന്താണെന്നുള്ളത്.
ടിഷ്യൂ കൾച്ചർ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ടിഷ്യൂ കൾച്ചർ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞന്റെ പേര് ഹേബർലാൻഡ്. ടിഷ്യൂ കൾച്ചർ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹേബർലാൻഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. അറിയാം എൻ്റെ കൂട്ടുകാർക്ക്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. എൻഡോസൾഫാൻ ദുരന്തം വിതച്ച കേരളത്തിലെ ജില്ല കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരന്തം വിതച്ച കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. മണ്ടരി ഏത് വിളയെയാണ് ബാധിക്കുന്നത്? മണ്ടരി നാളികേരം. നാളികേരത്തിനെയാണ് മണ്ടരി ബാധിക്കുന്നത്. തെങ്ങിനെയാണ് അല്ലേ? തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മണ്ടരി. ഇനി നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏതൊക്കെയാണ്? നെല്ലിനെ ബാധിക്കുന്ന ഒത്തിരി രോഗങ്ങളുണ്ട്. അതിലെ ബൈറ്റ് രോഗത്തിൻ്റെ രോഗാണു ഏതാണ്? ബാക്ടീരിയ. ബാക്ടീരിയയും ഫംഗസും ഒക്കെ രോഗങ്ങൾക്ക് കാരണമാകും. ഇതിൽ നെല്ലിനെ ബാധിക്കുന്ന ബൈറ്റ് രോഗത്തിന് കാരണം ഏതാണ്? ബാക്ടീരിയയാണ്. ബൈറ്റ് രോഗം ബാക്ടീരിയ. പട്ടുനൂൽ ശലഭം ഏതവസ്ഥയിലായിരിക്കുമ്പോഴാണ്? പട്ടുനൂൽ പുഴുവിൽ നിന്നാണ് പട്ടുനൂൽ എടുക്കുന്നത്. അറിയാം. ചോദ്യം പട്ടുനൂൽ ശലഭം ഏതവസ്ഥയിലായിരിക്കുമ്പോഴാണ്? സമാധിയിലായിരിക്കുമ്പോഴാണ് പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടുനൂൽ എടുക്കുന്നത്. പട്ടുനൂൽ പുഴു വളർത്തൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? പട്ടുനൂൽ പുഴു ഏത് പേരിൽ അറിയപ്പെടുന്നു? സെറികൾച്ചർ. പട്ടുനൂൽ പുഴു വളർത്തൽ സെറികൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏത്? ബീജമൂലം. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. റൈസോബിയം ബാക്ടീരിയകൾ പ്രകൃതിയിലെ ഡാഷ് ചാക്രികതയിൽ പങ്കുവഹിക്കുന്നു? റൈസോബിയം ബാക്ടീരിയകൾ പ്രകൃതിയിലെ ഡാഷ് ചാക്രികതയിൽ പങ്കുവഹിക്കുന്നു? നൈട്രജൻ ചാക്രികതയിൽ പങ്കുവഹിക്കുന്നു അല്ലേ? മണ്ണിലെ നൈട്രജൻ്റെ അളവ് കൂടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പയർ ഇടവിളയായിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പയറിൻ്റെ ഭാഗത്തൊക്കെ എന്ത് ധാരാളമുണ്ട്? റൈസോബിയംസ് ഉണ്ട് അല്ലേ? റൈസോബിയം മണ്ണിലെ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നു. ക്ലിയർ. സൂപ്പർ ബഗുകൾ എന്നറിയപ്പെടുന്ന ജീവികൾ ബാക്ടീരിയകളാണ്. സൂപ്പർ ബഗുകൾ എന്നറിയപ്പെടുന്ന ജീവികൾ ബാക്ടീരിയകളാണ്. ഇഗ്നോമൻ, ഗംബൂസിയ, ഗപ്പി മത്സ്യങ്ങൾ, തവളകൾ, ബാക്ടീരിയ, വട്ടച്ചാടി മുതലായവ കൃഷിയിടങ്ങളിൽ ഏത് രീതിയിൽ പ്രയോജനപ്പെടുന്നു? കീടനിയന്ത്രണത്തിന് ഇവയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അടുത്ത് നോക്കൂ. കൃഷിയിടങ്ങളിൽ നടത്തുന്ന രാസവള പ്രയോഗവും രാസകീടനാശിനി പ്രയോഗവും ചുറ്റുപാടുകളെ എങ്ങനെയെല്ലാം ബാധിക്കാം? കൃഷിയിടങ്ങളിൽ നടത്തുന്ന രാസവള പ്രയോഗവും കീടനാശിനി പ്രയോഗവും ചുറ്റുപാടുകളെ എങ്ങനെയെല്ലാം ബാധിക്കാം? എങ്ങനെയൊക്കെ ബാധിക്കാം? ജലജീവികൾക്കും മനുഷ്യർക്കും കൃഷിഭൂമിക്കും ഒരുപോലെ നാശം സംഭവിക്കാം അല്ലേ? ജലജീവികൾക്കും മനുഷ്യർക്കും കൃഷിഭൂമിക്കും ഒരുപോലെ നാശം സംഭവിക്കാം. എൻഡോസൾഫാൻ, DDT മുതലായവ ഏതുതരം കീടനാശിനികളാണ്? അവ രാസകീടനാശിനികളാണ്. എൻഡോസൾഫാൻ, DDT മുതലായവ രാസകീടനാശിനികളാണ് അല്ലേ? അത്യുൽപാദന ശേഷിയുള്ള ചില റബ്ബർ ഇനങ്ങൾ ഏതൊക്കെയാണ്? RR11105, RRM 700 GG2 അല്ലേ? ഇതൊക്കെ അത്യുൽപാദന ശേഷിയുള്ള ചില റബ്ബർ ഇനങ്ങളാണ്. ഇതാണ് RR1115, RRM 700, GG2. ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന മുഴുവൻ ചോദ്യോത്തരങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ. അതുപോലെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നോക്കൂ. അടുത്ത ചോദ്യം. തെങ്ങോലപ്പുഴുവിനെതിരെ പ്രയോഗിക്കുന്ന ശത്രുകീടം? ഇഗ്നൂമൻ കടന്നൽ. തെങ്ങോലപ്പുഴുവിനെതിരെ പ്രയോഗിക്കുന്ന ശത്രുകീടമാണ് ഇഗ്നൂമൻ കടന്നൽ അല്ലേ? കടന്നൽ. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓടക്കാലി. എവിടെയാണ്? ഓടക്കാലി. കൃത്രിമമായി നിർമ്മിക്കുന്ന ഒരു വളമാണ് യൂറിയ. ഇത് ഏത് തരം വളമാണ്? കൃത്രിമമായി നിർമ്മിക്കുന്ന ഒരു വളമാണ് യൂറിയ. ഇത് ഏത് തരം വളമാണ്?
രാസവളത്തിന് ഉദാഹരണമാണ് യൂറിയ. നോക്കൂ, കർഷകർ അവരുടെ കൃഷിഭൂമിയിൽ യൂറിയ ചേർക്കാറുണ്ട്. ഇത് ഏത് മൂലകത്തിന്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയാണ്? യൂറിയ ചേർക്കുന്നത് മണ്ണിലെ നൈട്രജന്റെ അളവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നൈട്രജന്റെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർഷകർ യൂറിയ പ്രയോഗിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, നെൽപ്പാടങ്ങളിലെ മണ്ണിന്റെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സ്വീകരിക്കാവുന്ന നല്ല മാർഗം ഏതാ? കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു, റൈസോബിയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പയർ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. ഇടവിളയായി പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുക. ഓക്കെ, ഇടവിളയായി പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുക. ഒരേ സ്വഭാവമുള്ള അനേകം ചെടികളെ ഒരു തൈച്ചെടിയുടെ ഏതെങ്കിലും ഭാഗത്തു നിന്നും സൃഷ്ടിക്കുന്ന ശാസ്ത്രീയ രീതിയാണ് ടിഷ്യൂ കൾച്ചർ. ഒരേ സ്വഭാവമുള്ള അനേകം ചെടികളെ ഒരു തൈച്ചെടിയുടെ ഏതെങ്കിലും ഭാഗത്തു നിന്നും സൃഷ്ടിക്കുന്ന ശാസ്ത്രീയ രീതിയാണ് ടിഷ്യൂ കൾച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ZBNF എന്താണ്? ZBNF എന്താണ്? ഇത് ഒരു നൂതന കൃഷിരീതിയാണ്. ZBNF. എന്താണ് ZBNFന്റെ പൂർണ്ണരൂപം? സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. ഓക്കെ, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ആണ് ZBNF. ഓക്കെ, ആരാണ് അതിൻ്റെ ഉപജ്ഞാതാവ്? സുഭാഷ് പലേക്കർ ആണ് ഈ ഒരു രീതി മുന്നോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, സുഭാഷ് പലേക്കർ, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. ഓക്കെ, നോക്കൂ, ഒറ്റ വൈക്കോൽ വിപ്ലവം. നമുക്ക് ഒത്തിരി വിപ്ലവങ്ങൾ അറിയാം. ഹരിത വിപ്ലവം, ധവള വിപ്ലവം, അല്ലെ, മഞ്ഞ വിപ്ലവം, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മസനോബു ഫുക്കുവോക്ക. ഒറ്റ വൈക്കോൽ വിപ്ലവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ, ഇത് മറന്നു പോകരുത്. ഒറ്റ വൈക്കോൽ വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മസനോബു ഫുക്കുവോക്ക. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകാര്യം. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകാര്യം. കുരുമുളക്, വെറ്റില എന്നിവയിൽ നിന്നും തൈകൾ ഉണ്ടാക്കാനുള്ള ഫലപ്രദമായ ഒരു മാർഗം ഏത്? ലെയറിംഗ് വഴി നമുക്ക് കുരുമുളകിൽ നിന്നും വെറ്റിലയിൽ നിന്നുമൊക്കെ പുതിയ തൈച്ചെടികളെ ഉണ്ടാക്കിയെടുക്കാം. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏത്? ഏറ്റവും കൂടുതൽ മണ്ണിലുള്ള ഉപകാരികളായ സൂക്ഷ്മാണുക്കളെ മഞ്ഞൾ, അസറ്റോബാക്ടർ, അസോസ്ബെറില്ലം, മൈക്കോറൈസ ഇവ നല്ല ജൈവാണു വളങ്ങളാണ്. ഓക്കെ, മണ്ണിലുള്ള ഉപകാരികളായ സൂക്ഷ്മജീവാണുക്കളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അസറ്റോബാക്ടർ, അസോസ്ബെറില്ലം, മൈക്കോറൈസ തുടങ്ങിയവ ജീവാണു വളങ്ങളാണ്. ഓക്കെ, അത് നോക്കൂ, സൽകീർത്തി, ഉമ, ജ്വാലാമുഖി, ചാവക്കാട് ഓറഞ്ച് എന്നിവ യഥാക്രമം ഏത് വിളകളുടെ വിത്തിനങ്ങളാണെന്ന് പറയുക. സൽകീർത്തി എന്താ? സൽകീർത്തി വെണ്ട, അല്ലേ? ഉമ നെല്ല്, ജ്വാലാമുഖി പച്ചമുളക്, ചാവക്കാട് ഓറഞ്ചോ തെങ്ങ്, അല്ലേ? സൽകീർത്തി വെണ്ട, ഉമ നെല്ല്, ജ്വാലാമുഖി പച്ചമുളക്, ചാവക്കാട് ഓറഞ്ച് തെങ്ങ്. ക്ലിയർ? സങ്കരയിനം വിത്തിനങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. നോക്കൂ, ചെടിയിൽ നിന്ന് വിത്ത് ശേഖരിക്കാൻ പറ്റിയ ഉൽപാദന കാലം ഏത്? ഒരു ചെടിയിൽ നിന്നും വിത്ത് ശേഖരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം, അല്ലെങ്കിൽ അത് എപ്പോഴത്തെ വിത്തുകളെയാണ് നമുക്ക് ശേഖരിക്കാൻ പറ്റുന്നത്? മധ്യകാലത്തുണ്ടാകുന്ന വിത്തുകൾ. ആദ്യമായിട്ട് വരുന്ന വിത്തും എടുക്കരുത്, അതിൽ നിന്നുള്ള വിത്തും എടുക്കരുത്. ആ ചെടിയുടെ ഏറ്റവും അവസാനം കിട്ടുന്ന വിത്തും എടുക്കരുത്. മധ്യകാലത്തുണ്ടാകുന്ന വിത്തുകൾ വേണം നമ്മൾ ശേഖരിക്കാൻ. നോക്കൂ, പാകി മുളപ്പിച്ച് നടന്ന കൃഷി ഇനങ്ങൾ ഏതൊക്കെയാണ്? തക്കാളി, മുളക്, നെല്ല്, ചീര, മുത്താറി തുടങ്ങിയവ. ഇനി വേരിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നത് ഏതൊക്കെയാണ്? വേരിൽ നിന്ന് കറിവേപ്പ്, ആഞ്ഞിലി, കണിക്കൊന്ന, ശീമപ്ലാവ് തുടങ്ങിയവ. ഇലയിൽ നിന്നാണെങ്കിലോ ബ്രയോഫിലം, ഇലമുളച്ചി, നിലപ്പന, നിശാഗന്ധി തുടങ്ങിയവ. ഓക്കെ, ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ചെടികൾ. ഗ്രാഫ്റ്റിംഗ് ഏതൊക്കെയാണ്? മാവ്, പ്ലാവ്, സപ്പോട്ട, കശുമാവ് തുടങ്ങിയവ. ഓക്കെ, ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ചെടികൾ ഏതാണ്? മാവ്, പ്ലാവ്, സപ്പോട്ട, കശുമാവ് തുടങ്ങിയവ. ഇനി ലെയറിംഗ് ചെയ്യാൻ പറ്റുന്ന ചെടികൾ ഏതൊക്കെയാണ്? ലെയറിംഗ് കുരുമുളക്, പേര, ഞാവൽ, പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട. കശുമാവ് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിലും പറഞ്ഞു. രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം?
ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി പതിവച്ചുണ്ടാക്കുന്ന ചെടികളിൽ മറ്റ് തൈച്ചെടികളിൽ നിന്നുള്ള വ്യത്യസ്തത എന്താണ്? ചില ചെടികൾ നമുക്ക് പതിവച്ചാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല അല്ലേ? പതിവച്ചുണ്ടാക്കുന്ന ചെടികൾക്ക് എന്തുണ്ടാവില്ല? തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. ഓക്കെ, നോക്കൂ, ബഡ്ഡിങ് ചെയ്യാൻ പറ്റുന്ന ചെടികൾ. ബഡ്ഡിങ് ചെയ്യാൻ പറ്റുന്ന ചെടികൾ ഏതൊക്കെയാണ്? റബ്ബർ, ചെമ്പരത്തി, റോസ് മുതലായവ. റബ്ബർ, ചെമ്പരത്തി, റോസ് തുടങ്ങിയവ. ആദ്യത്തെ 2 ചാപ്റ്ററിൻ്റെ നോട്ട് ഒരുമിച്ച് തരാമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി ലെങ്തി ആയിരിക്കുകയാണ്. അതുകൊണ്ട് 2ാമത്തെ ചാപ്റ്ററിൻ്റെ നോട്ട്സ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ തരുന്നതാണ്. ഓക്കെ, നോക്കൂ, പതിവയ്ക്കുന്ന വിവിധ രീതികൾ ഏതൊക്കെയാണ്? നാഗപ്പതിവയ്ക്കൽ, കൂനപ്പതിവയ്ക്കൽ, വായവ പതിവയ്ക്കൽ. നാഗപ്പതിവയ്ക്കൽ, കൂനപ്പതിവയ്ക്കൽ, വായവ പതിവയ്ക്കൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബഡ്ഡിങ്ങിൻ്റെ വിവിധ രീതികൾ. ബഡ്ഡിങ്ങിൻ്റെ വിവിധ രീതികൾ: ട്രീ ബഡ്ഡിങ്, ഐ ബഡ്ഡിങ്, പാച്ച് ബഡ്ഡിങ്. ഓക്കെ, ബഡ്ഡിങ്ങിൻ്റെ വിവിധ രീതികൾ ഏതൊക്കെയാണ്? ട്രീ ബഡ്ഡിങ്, ഐ ബഡ്ഡിങ്, പാച്ച് ബഡ്ഡിങ്. ക്ലിയർ? അടുത്ത ആദ്യത്തെ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഗ്രാഫ്റ്റിങ്ങിൻ്റെ വിവിധ രീതികൾ. ഗ്രാഫ്റ്റിങ്ങിൻ്റെ വിവിധ രീതികൾ: ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ്, അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്. ഓക്കെ, ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ്, അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അടുത്ത ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.